This is something new in Malayalam industry on behalf of Cosmos and also in association with Karthik Creation. So we would like to know, we would like to start from you because when this is a movie and that is coming through, all set to come and hit the theatres on 27th of June, we would like to start by listening to സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സിനിമ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ഈ ഫിലിമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്രവീൺ ഈ സബ്ജക്റ്റായി അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. സത്യം സ്ഥലമൊന്നും അല്ലേ സാറേ ഈ കോടതി? സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ പോയിലേക്ക് ഞാൻ ഫുൾ പാനിക്കായി പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ടു. എനിക്ക് അത്രയും സന്തോഷം. കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് സുരേഷേട്ടൻ്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ്. അതായത് ടി വി കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ സുരേഷേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചത്. ഐ എം വെരി വെരി ഹാപ്പി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം we can work on Monday blues like but still look at the audience, like look at the energy. So this is something that we love about you every time. So you're here, please. JSK എന്ന് പറഞ്ഞ സിനിമ will always be very very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്. And of course to work with actors like this and a crew like this, it has been പക്ഷേ ഞാൻ എപ്പോൾ സോങ് കേട്ടോ ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ബിൽഹരിയാണ് ഈ സോങ്ങിന് വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തീമാവട്ടെ സോങ് ആവട്ടെ പാട്ട് അതിൻ്റെ പ്രൊമോ സോങ്ങിൽ എൻ്റെ മുഖം വരുന്നു. പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിലുള്ള ഒരു പാട്ടിൽ ഞങ്ങളും വിഷ്വലിൽ വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുരേഷ് ഏട്ടൻ നമ്മുടെ സ്വന്തമാണ്. സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് JSK. പൂക്കളി ആകെ നിറഞ്ഞു
സമ്പ്രദായങ്ങളും നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ജാനകി ഇന്ത്യൻ മിഷൻ വരെയും അടുത്തൊരു 8-10 ദിവസം കൂടെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമുണ്ട്. എഡിറ്റർ, ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടർ, അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട്. അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്ക് ഈ സിനിമ നിങ്ങളുടേതായി മാറുകയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് ഇത് ഞാൻ ഡാഡ്സ് മൂവി എന്ന് പറയുന്നതിന് മുന്നേ ഐ ഹാവ് ടു സേ ദിസ് ഇസ് പ്രവീൺ നാരായണൻസ് മൂവി. ദിസ് ഇസ് ഇറ്റ്സ് ഹിസ് ഹാർഡ് വർക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എത്രമാത്രം ഷെറിനെ ബുദ്ധിമുട്ടിച്ചെന്ന് it's pretty evident for all of us who's known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen Chetta, you do. Yes. Yes, so let's have a mic and നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. എനിക്കറിയായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല, പണ്ട് മലയാളം നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എൻ്റെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രം. എല്ലാവർക്കും നമസ്കാരം. Before he comes up, we have something to show all of you. So I think we'll Lulu Group representatives എല്ലാവരും ഒരുമിച്ച് thanks a lot to Mr. M.D. Suraj, Sudhesh Sheril and Vishnu. Thanks a lot for joining. സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിൽ ഒരു വലിയ